വൈകുന്നേരമായപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു. ചെറിയ രീതിയിൽ ഇടിയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ഓട്ടട തിന്നാനായിട്ട് വല്ലാത്ത പൂതി കയറി. അപ്പോൾ പിന്നെ മഴയ്ക്ക് മുന്നേ വെളിയിറങ്ങി ഇലയെല്ലാം കട്ട് ചെയ്ത് വെച്ചാലേ കാര്യപരിപാടികളൊക്കെ നടക്കുകയുള്ളൂ. അങ്ങനെ വേഗം പോയി കുറച്ച് വാഴയിലെല്ലാം കൂടെ കട്ട് ചെയ്തൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി പരിപാടികളിൽ അമ്മയുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. മാവ് കുഴച്ചത് അമ്മയാണ്. ആ സമയം കൊണ്ട് ഞാൻ തേങ്ങയും ശർക്കരയും കൂടെ തേങ്ങ തിരുവി ശർക്കരയും മിക്സും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മിക്സ് മാത്രം തിന്നാൻ ഭയങ്കര ടേസ്റ്റുണ്ട്. പണ്ടമ്മ ഇലയപ്പവും ഓട്ടടയൊക്കെ ഉണ്ടാക്കണ സമയത്ത് ഇങ്ങനെ ഇരിക്കും. ബാക്കി അതിൽ കുറച്ച് വച്ചേക്കാൻ വേണ്ടിയിട്ട് അത് മാത്രം തിന്നാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഏലക്കയും കൂടി ഇട്ടേക്കുന്നതുകൊണ്ടും വല്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഇനി ബാക്കി കാര്യങ്ങളൊന്നും നോക്കിയിരിക്കേണ്ട. ദോശക്കല്ല് ഇതാ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒന്നിനും ഉപയോഗിക്കാറില്ല. ഞാൻ ഓട്ടട ചുടാൻ വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇനി അതിൽ ദോശ ചുട്ടാലും ദോശ ഇളവില്ല. പിന്നെ നേരെ ഇല വച്ചു. മാവ് ഓരോ ഉരുളകളായിട്ട് അങ്ങോട്ട് പരത്തി 2 കൈയും വെച്ച് ഞാൻ പരത്തുന്നുണ്ട്. വെള്ളം ഉപയോഗിച്ച് കൈ വൃത്തിയായിരിക്കണം, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നല്ല കൂടിയ ഫ്ലെയിമിൽ അങ്ങോട്ട് വെച്ചിട്ട് അതങ്ങോട്ട് ചുട്ടെടുക്കുക. ഈ ഒരു സാധനം ഇതേ രീതിയിൽ ഈ വാഴയിലയിലോ അല്ലെങ്കിൽ നമ്മുടെ വട്ടത്താമര ഇലയിലോ ഒക്കെ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനാണ് ഇതിനെ ഇലയപ്പം എന്ന് ഇവിടെ പറയുന്നത്. ഇങ്ങനെ ചുട്ടെടുക്കുന്നതിന് ഓട്ടട എന്ന് പറയും. മഴ കാത്തിരുന്ന് നല്ല തണുപ്പത്ത് ഈ ചൂടോടെ തിന്നാന്ന് വെച്ചിട്ട് മഴയും വന്നില്ല, ഒന്നും വന്നില്ല. അത് വന്ന വഴിയെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സാരമില്ല, നമുക്കുണ്ടാക്കിയത് കഴിക്കാം. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ബൈ.